മുതലപ്പുഴയിലെ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണ്. പൊഴിമുറിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ മാനസ നൽകും. മാനസ, എന്തായാലും ഈ വലിയ താങ്ങുവള്ളങ്ങൾ ഉൾപ്പെടെയുള്ള വള്ളങ്ങൾക്കൊക്കെ പോകാൻ കഴിയുന്ന രീതിയിലാണ് ഈ പൊഴിമുറിക്കൽ നടപടികൾ പുരോഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 4 ദിവസത്തിനുള്ളിൽ തന്നെ നടപടികളൊക്കെ പൂർത്തിയാക്കുമെന്നും അറിയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനം അതല്ലേ? ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ്, അതായത് 9 മണിയോട് കൂടിയായിരുന്നു പൊഴിമുറിക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞത്. 1/4 ഭാഗം പൊഴി മുറിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പൊഴി മുറിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് 90 മീറ്റർ നീളത്തിലേക്ക്, അതായത് കടലിലോട് ചേർന്നുള്ള 90 മീറ്റർ നീളത്തിലാണ് പൊഴി മുറിക്കുന്നത്. ഒപ്പം തന്നെ 13 മീറ്റർ വീതിയിലും 3 മീറ്റർ ആഴത്തിലുമാണ് ഈ പൊഴി മുറിക്കൽ എന്നാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഈ കഴിഞ്ഞ ദിവസം ഈ യോഗമൊക്കെയും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളോട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇവർ തീരുമാനമെടുത്തത്, അതായത് ഇപ്പോൾ നിലവിൽ 1/4 ഭാഗത്തോളം മാത്രമാണ് പൊഴി മുറിക്കാൻ സമ്മതം നൽകിയിട്ടുള്ളത്. അതായത് ഡ്രഡ്ജർ അഴീക്കലിൽ നിന്നും വരുന്ന ഡ്രഡ്ജർ എത്തിയതിന് ശേഷം ബാക്കി 40 മീറ്റർ, അതായത് കടലിനോട് ചേർന്ന് ഉള്ള 40 മീറ്റർ ഡ്രഡ്ജർ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും മുറിക്കാൻ അനുവദിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ 50 മീറ്റർ ഇപ്പോൾ ഇന്നു മുതൽ മുറിക്കാൻ അനുവദിക്കുമെന്നതടക്കമുള്ള, അല്ലെങ്കിൽ അതിനായുള്ള സമ്മതം മൂളുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ തീരുമാനങ്ങളൊക്കെയും പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 9 മണിക്ക് നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള നീക്കത്തിലേക്ക് പോയത്. തുടർന്ന് അല്പസമയം മുൻപ് അതിനായുള്ള എല്ലാ നടപടികളും തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിലും നിന്നും വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ പൊഴിമുറിക്കൽ നടപടികൾ 4 ദിവസം കൊണ്ട് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ സജ്ജമാണ്. ഇന്നു മുതൽ, അതായത് വീണ്ടും ഈ യന്ത്രങ്ങളുടെ ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഹിറ്റാച്ചി, JCB പോലുള്ള യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ, അതായത് കണ്ണൂരിൽ നിന്നാണ് എത്തുന്നത്. ആഴക്കടൽ ഉൾപ്പെടെയുള്ള ഡ്രഡ്ജിംഗ് സംവിധാനത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രഡ്ജർ കൂടിയാണ്. അത് വരുന്നതോടുകൂടി വലിയ രീതിയിൽ, അതായത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്ന രീതിയിലുള്ള നീക്കം തന്നെയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഈ മെയ് 15-നകം ഈ പൊഴിമുറിക്കൽ, അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മണ്ണ്, ഇതൊക്കെയും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ പൂർണ്ണമായും സജ്ജമാകും എന്ന രീതിയിലുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങൾ പോകുന്നത് എന്നതാണ്. നിലവിൽ ഇവിടെ 2 ഹിറ്റാച്ചിയിൽ നിന്നായി പൊഴിമുറിക്കൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ, അതായത് 1/4 ഭാഗത്തോളമുള്ള പൊഴിമുറിക്കൽ നടപടികളാണ് തുടങ്ങുക. അതായത് 50 മീറ്റർ നീളത്തിൽ, കടലിനോട് ചേർന്ന് 50 മീറ്റർ നീളത്തിലുള്ള പൊഴിയാണ് ഇപ്പോൾ മുറിക്കാനായി തുടങ്ങിയിരിക്കുന്നത്. ഭദ്ര. ശരി, വ്യക്തമാണ് മാനസ. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മുതലപ്പുഴയിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പൊഴിമുറിക്കൽ നടപടികളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ താങ്ങുവള്ളങ്ങൾ ഉൾപ്പെടെയുള്ള യാനങ്ങൾക്ക് പോകാൻ കഴിയുന്ന രീതിയിലാണ് ഈ പൊഴിമുറിക്കൽ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. 4 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ സമ്മതത്തോടു കൂടി, സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.